എല്ലാവരുടെയും ഒരു ആഗ്രഹമുണ്ട്, ഒരു വലിയൊരു ആഗ്രഹം തന്നെയാണ് കാർ എടുക്കുക എന്നുള്ളത്, സ്വന്തമായിട്ടൊരു കാർ എടുക്കുക എന്നുള്ളത്. പക്ഷേ എന്നാൽ പലർക്കും ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം അത് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോഴാണ് നമ്മൾ നേരെ കാർ ലോൺസിലോട്ട് പോകുന്നത്. പക്ഷെ കാർ ലോൺസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. നമ്മളൊരു കാർ ലോൺ എടുക്കുകയാണെങ്കിൽ അത് മെയിൻലി പോകുന്നത് 5 തൊട്ട് 7 വർഷത്തേക്കാണ് നമ്മൾ എല്ലാവരും എടുക്കുന്നത്. മാക്സിമം 10 തന്നെ പലരും എടുക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. 10 തൊട്ട് 15% വരെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്. അതായത് നമ്മളൊരു 10 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുക്കുകയാണ്, ഒരു 10 ലക്ഷം രൂപ കാറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 10 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ അടച്ചു തീരുമ്പോഴത്തേക്ക് 15 ലക്ഷത്തിന് മുകളിൽ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇതെല്ലാവർക്കും ഒരു ബേർഡൻ ആയിട്ട് മാറും ഫ്യൂച്ചറിൽ. കാരണം എന്തെങ്കിലും കാരണങ്ങൾ കണ്ട് നമുക്കത് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെയാണ് പലർക്കും മാറുന്നത്. അപ്പൊ നമുക്ക് ഈ ലോൺസ് അല്ലാതെ പിന്നെ എന്താണ് മാർഗം എന്നതാണ് എല്ലാവരുടെയും ഒരു ചോദ്യം. ഡെഫിനറ്റ്ലി വേറൊരു ലോൺ തന്നെയാണ്, അതായത് ഗോൾഡ് ഓഡീസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ ഓവർ ഡ്രാഫ്റ്റ് എന്നൊക്കെ പറയും. മെയിൻലി ഈ ഓഡി നമ്മൾ കേട്ടുള്ളത് വലിയൊരു സംഭവമാണ്, നിങ്ങളൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഞാനും ആദ്യമേ ഓഡി എന്ന് കേട്ടപ്പോൾ വലിയൊരു സംഭവമാണ്, ഇത് എന്തോ ഒരു സംഭവം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാൽ വളരെ എളുപ്പമാണ്. മെയിൻലി ഇത് ബിസിനസ് ചെയ്യുന്നവർക്കാണ് ഈ ഓഡീസ് ഒക്കെ. അവരുടെ കമ്പനി ആകാം, ഇല്ല വേറെ എന്തെങ്കിലും സാധനം പ്ലെഡ്ജ് ചെയ്തിട്ട് അവർ അത് ഓടി വെക്കും. ലെറ്റ്സ് സേ അവർക്കൊരു 30 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ ഈ 30 ലക്ഷം രൂപ അവർ ഓടി ബാങ്ക് പാസ്സാക്കി വെക്കും. 30 ലക്ഷം രൂപയാണ് നമ്മൾ 30 ലക്ഷം രൂപയ്ക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ടില്ല. എത്രയാണോ നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നത്, ഇപ്പൊ ഒരു 10 ലക്ഷം എടുത്തു, ആ 10 ലക്ഷത്തിന്റെ മാത്രം ചെയ്താൽ മതി. ഈ ഗോൾഡ് ഓഡീസിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് വെറും 7 തൊട്ട് 7.5% മാത്രമാണ് ഇൻട്രസ്റ്റ് റേറ്റ്. മറ്റടുത്ത് 10ഉം 15ഉം കൊടുക്കുന്നത് നമ്മളിവിടെ 7 തൊട്ട് 7.5 മതി. പക്ഷെ നമ്മുടെ കയ്യിൽ ഗോൾഡ് വേണം എന്നൊരു കണ്ടീഷൻ ഡെഫിനറ്റ്ലി ഉണ്ട്. നമ്മുടെ കയ്യിൽ ഗോൾഡ് ഉണ്ട്, ഒരു 10 ലക്ഷം രൂപ, ഒരു 15 ലക്ഷം രൂപയ്ക്ക് നമ്മുടെ കയ്യിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് 10 ലക്ഷം രൂപയുടെ ഓടി നമുക്ക് പാസ്സാകുന്നതായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു 10 ലക്ഷം രൂപ ഫുള്ള് നമുക്ക് എടുക്കേണ്ട. ഇപ്പൊ 15 തുടങ്ങി ചിലപ്പോൾ 12ഓ 13ഓ നമുക്ക് പാസ്സാകുമായിരിക്കും. പക്ഷെ നമ്മൾ ഫുൾ എടുക്കേണ്ടി വരത്തില്ല. ഈ എടുക്കുന്ന എമൗണ്ട്, ഈ 10 ലക്ഷം രൂപയുടെ എടുക്കുന്ന എമൗണ്ടിന്റെ മാത്രം നമ്മൾ പേ ചെയ്താൽ മതിയായിരിക്കും. കാരണം ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് പറ്റുന്നതാണ്. വേറൊരു കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ട്ലി നമ്മൾ ഫുൾ ഡൗൺ പേയ്മെന്റ് ഒന്നുമില്ല, 0 ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ നമ്മൾ ഫുൾ അങ്ങ് എടുക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് സേ 24-10 റൂൾ എന്ന് പറയും. എന്താണ് ഈ 24-10 റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 20%, അതായത് നമുക്കൊരു 10 ലക്ഷം രൂപയുടെ വണ്ടിയാണെങ്കിൽ 20% നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് എന്തായാലും അടയ്ക്കണം. അതായത് 2 ലക്ഷം രൂപ നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടയ്ക്കുന്നു. എന്നിട്ടോ ബാക്കി 4, അതായത് 4 എന്ന് പറയുമ്പോഴത്തേക്ക് 4 വർഷത്തെ EMI ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. അതിൽ കൂടുതൽ എടുക്കുകയേ ചെയ്യരുത്. ആൻഡ് 10 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഒരു 1 ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിൽ 10,000 രൂപയുടെ EMI ആയിരിക്കണം അത്. അതിൽ കൂടുതൽ ഒരിക്കലും വരരുത്. കുറഞ്ഞു കഴിഞ്ഞാൽ നോ പ്രോബ്ലം, ബെറ്റർ ആണ്. പക്ഷെ അതിൽ കൂടുതൽ ഒരിക്കലും ചെയ്യരുത്. അപ്പൊ നമുക്ക് കാർ ലോൺ എടുക്കാതെ നമുക്ക് എങ്ങനെ നമുക്ക് കാർ വാങ്ങിക്കാൻ പറ്റും എന്നൊരു കാര്യമായി നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. ജസ്റ്റ് വേറെ ഒന്നുമില്ല, ഗോൾഡ് ഓഡീസിലോട്ട് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. 7 to 7.5% മാത്രമാണ് നമുക്ക് അവിടെ വരുന്നത്. 10 തൊട്ട് 15% പേ ചെയ്യുന്നതിന് പകരം നമുക്ക് 7% ഈ ഒരു പരിപാടി തീർക്കാനായിട്ട് കഴിയുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ്, കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ മെൻഷൻ ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്.